Hi everyone, my name is Dixie Mendi. I am from India. Today I am talking about affirmations. Ladies and gentlemen, അതിന് മുന്നേ ഒരു കാര്യം ഞാൻ പറയട്ടെ. നമ്മൾ കുറേ നാളായില്ലേ നമ്മൾ തമ്മിൽ കണ്ടിട്ട്. അതായത് എനിക്ക് കുറേ കാര്യങ്ങളുണ്ടായിരുന്നു എൻ്റെ ലൈഫിൽ. അതൊന്നും ചെയ്ത് തീർന്നിട്ടില്ല. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എന്നോടത്ത് പറഞ്ഞു, എന്തായാലും വീഡിയോ ചെയ്യണം, ഇങ്ങനെ ബ്ലൂമി ആയിട്ടിരിക്കരുത്, വീഡിയോ ചെയ്തേ മതിയാവൂ എന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ രജനിയും ഷബാനയൊക്കെ ഇടയ്ക്കൊന്ന് ചോദിച്ചായിരുന്നു അവരെ മറന്നാന്ന്. ആരിനെ മറന്നിട്ടൊന്നുമില്ല. എനിക്ക് എൻ്റെ ലൈഫിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഷബാൻ്റെ അടുത്ത് പറഞ്ഞില്ലായിരുന്നോ, അതൊക്കെ ഒന്ന് സെറ്റിലാവാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ സെറ്റിലൊന്നും ആയിട്ടില്ല. അപ്പോൾ ആ ഒരു വഴിയിലൂടെ നടക്കുമ്പോഴാണ് എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞത്, എന്തായാലും വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞു. വീഡിയോ ചെയ്യാൻ ടോപ്പിക്കൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്താണ് അഫർമേഷൻ? ദൃഢപ്രതിജ്ഞാവാചകം. എന്താണ് ഈ ദൃഢപ്രതിജ്ഞാവാചകം? അത് മലയാളം വേടാല്ലേ. നമുക്ക് ഈ മലയാളം കടുകട്ടി വാക്കുകളൊക്കെ എടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതിനു മുന്നേ എൻ്റെ ലൈഫിലുണ്ടായ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ ഉബോധ മനസ്സിൽ കുറേ ബിലീഫ് സിസ്റ്റങ്ങൾ, നെഗറ്റീവ് ബിലീഫ് സിസ്റ്റങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ലൈഫിലുണ്ടായ കാര്യം ഞാൻ പറയാവേ. എൻ്റെ ലൈഫിലുണ്ടായെന്ന് വെച്ചാൽ, എനിക്ക് ഒരു ബ്രദറുണ്ട്, ഒരു സിസ്റ്ററുണ്ട്. അവരൊക്കെ നല്ല ഫെയറാണ്, അവരെ കാണാനും അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്. അപ്പം നമ്മൾ എന്താ പറയുക, കളറൊന്നുമില്ല, കറുത്തതാണ് എന്നുള്ള ഒരു ചെറുപ്പം മുതലേ അങ്ങനെയാണ്. അപ്പം മമ്മിയുടെ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും അവിടെ ഒരു അങ്കിളുണ്ട്. പുള്ളിക്കാരൻ എൻ്റെ കളർ ഇതൊക്കെ തന്നെയാട്ടോ. അപ്പോൾ ഈ അങ്കിൾ എപ്പോഴും പറയേ, ഇത് കണ്ടില്ലേ, കറുത്ത കരിമക്കാച്ചി പോലെ ഇരിക്കണു, ഒരു ഭംഗിയില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കുഞ്ഞു മനസ്സിൽ ഇങ്ങനെ, അപ്പോൾ എന്നെ കാണാനൊരു ഭംഗിയില്ല എന്നൊക്കെയുള്ളൊരു ചിന്തപ്പാട് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ എന്നെ കാണാനൊക്കെ ഭംഗിയാട്ടോ, അങ്കിൾ പറയണ പോലെ ഒന്നല്ല. അപ്പോൾ അങ്ങനെ ഒരു ബിലീഫ് സിസ്റ്റം എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറേ നെഗറ്റീവ്, അതായത് നമ്മൾ പാവങ്ങളാണ്, നമുക്ക് ആ കാറ് മേടിക്കാനുള്ള കാശില്ല, നമുക്ക് ഇങ്ങനത്തെ വീട് വിൽക്കാനുള്ള പൈസ ഇല്ല എന്നൊക്കെയുള്ള കുറേ ബിലീഫ് സിസ്റ്റങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. അതിനെല്ലാം പൊട്ടിച്ചെറിഞ്ഞ് നമുക്ക് അത് പോസിറ്റീവായിട്ടുള്ള വേർഡ്സുകൾ നമ്മളുടെ ഉബോധ മനസ്സിലേക്ക് കൊടുക്കുന്നതിനെയാണ് അഫർമേഷൻസ് എന്ന് പറയുന്നത്. ക്ലിയർ? ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് സംഭവം. അപ്പോൾ എപ്പോഴും അങ്ങനെ, അപ്പം നമ്മൾ അങ്ങനെ നമ്മൾ എന്താ പറയുക, കുഞ്ഞുങ്ങളായിരിക്കുമ്പോഴൊന്നും നമ്മൾ അങ്ങനെ പറഞ്ഞ് പിള്ളേരുടെ മനസ്സിലൊന്നും അങ്ങനെ മോശമായ വിത്ത് വിതയ്ക്കാൻ പാടില്ല. അതൊക്കെ പോട്ടെ. അപ്പോൾ നമ്മൾ എപ്പോഴും ബോധപൂർവ്വം നമ്മുടെ ഉബോധ മനസ്സിലേക്ക് കൊടുക്കുന്ന വേർഡ്സുകളെയാണ് അഫർമേഷൻസ് എന്ന് പറയണം. അത് നമ്മുടെ ഉബോധ മനസ്സ് വിശ്വസിക്കുകയും അത് നമ്മളുടെ ഭാവിയിലേക്ക് അങ്ങനെ ആയിത്തീരുകയും ചെയ്യും. അപ്പോൾ അതിനുള്ള കുഞ്ഞു അഫർമേഷൻസ് ഞാൻ പറഞ്ഞുതരാം. ഐ ആം ഹെൽത്തി, ഐ ആം ബ്യൂട്ടി, ഐ ആം വെൽത്തി ഒക്കെ. നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് വെറുതെ ഇരുന്ന് ചിന്തിച്ച് കൂട്ടണ ഒരു മനസ്സിൽ, ചിലപ്പോൾ പാസ്റ്റ് ആയിരിക്കാം, ചിലപ്പോൾ നടന്നിട്ടുണ്ടാവത്തില്ല. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ മനസ്സിൽ കൂടി കടന്നു പോകും അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ സമ്പന്നനാണ്, ഞാൻ സൗന്ദര്യമുള്ളതാണ്, ഞാൻ ഹെൽത്തിയാണ്, ഞാൻ വെൽത്തിയാണ്. അങ്ങനെയുള്ള അഫർമേഷൻസൊക്കെ നമ്മൾ ഈ ആവശ്യമില്ലാത്തതൊക്കെ ചിന്തിച്ചു കൂട്ടുന്നത് എന്തിനാണ്? അങ്ങനെയുള്ള അഫർമേഷൻസൊക്കെ നമുക്ക് കൊടുക്കുക, ജീവിതം സ്വപ്നതുല്യമാക്കി മാർക്കുക. അപ്പോൾ ഇന്നത്രയേ ഉള്ളൂ പറയാനായിട്ട്. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.